സന്തോഷമഹിമ മങ്ങുന്നു, ചുറ്റിലും കാണുന്നു മാറ്റം കേട്, മാറ്റമില്ലാതെ വാ കൂടെ പാർക്കാം. ചേർത്ത് പാടാമോ പ്രിയരേ? ആയുസം ചെറുതിരമോടുന്നു, ദിനങ്ങൾ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷങ്ങൾ മുഴുവനും വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ചുറ്റിലും കാണുന്നത് മാറ്റങ്ങളാണ്. കേടുപാടുകൾ മാത്രമേ കാണാനും കേൾക്കുവാനും. മാറ്റമില്ലാത്തൊരു ദേവൻ, അവൻ കൂടെ പാർക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. ശത്രുഭയമില്ലാതെയുണ്ടെങ്കിൽ, യേശുവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ലോകക്കണ്ണീരില്ല കൈപ്പൊട്ടും, പാതാളമേ ജയമേറിടെ നിൻ മൃത്യുമുൾപ്പോൾ ജയം കൂടെ പാർക്കാം. അർത്ഥമൊന്ന് ധ്യാനിച്ചു പഠിക്കട്ടെ. ശത്രുഭയമില്ലാതെയുണ്ടെങ്കിൽ, ലോകക്കണ്ണീരിന്നില്ല കൈപ്പൊട്ടും, പാതാളമേ ജയമേറിടെ നിൻ മൃത്യുമുൾപ്പോൾ ജയം കൂടെ കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിലെ കാണിക്കമേ ലോകമഹിമയും, ഭൂമിധ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി കൂടെ നടന്നിടുമ്പോൾ ക്രൂശിനെ കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്കമേ ലോകമഹിമയും, ഭൂമിധ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി കൂടെ കൂടെ പാർക്കാം. നേരം വൈകുന്നിതാ, കൂരിരുളേറുന്നു പാർക്ക ദേവാ, ആശ്രയം വീറില്ല നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ കൂടെ പാർക്കാം. നേരം വൈകുന്നിതാ, കൂരിരുളേറുന്നു പാർക്ക ദേവാ, ആശ്രയം വീറില്ല നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ 1 ദിനവൃത്താന്ത പുസ്തകം 21-15 വാക്യം. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശക ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനർത്ഥങ്ങൾ പിൻവലിക്കപ്പെടും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പുറപ്പുകൾ ദൈവം അനുവദിച്ചിട്ട് വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും രാജ്യങ്ങളുടെ മേലും അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട്. നിലനിൽക്കുന്ന അനർത്ഥങ്ങളും ദൈവം പിൻവലിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
നമ്മുടെ ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അനർത്ഥങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പുറകിൽ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. നീതിമാന്റെ മേൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളുടെ പുറകിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതികൾ തന്നെയുണ്ട്. അവ തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല, നന്മയ്ക്കായിട്ടത്രേയുള്ളത്. ദൈവഭക്തിയിൽ അടിയുറച്ചു ജീവിക്കുന്നത് കൊണ്ട് അനർത്ഥങ്ങൾ വരികയില്ല എന്ന് പറയുവാൻ ഒക്കുകയില്ല. ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരിലും ദൈവത്തിനായി പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലും അനർത്ഥം വരാറുണ്ട്. എന്നാൽ അവയുടെ പുറകിലെ ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം ദൈവം അവരുടെ ജീവിതത്തിൽ അതിന് നടുവിലും വെളിപ്പെടുത്തി സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. പ്രിയരെ, അനർത്ഥം ഒരുവന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, ഒരുവന്റെ മേൽ സംഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? എങ്ങനെ ഈ അനർത്ഥങ്ങളിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കും എന്നതിന് തിരുവചനം വ്യക്തമായ ഉദാഹരണങ്ങൾ കാട്ടിത്തരുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ഇസ്രയേലിൽ നിനവെ പട്ടണത്തിൽ സംഭവിക്കേണ്ടതായ യഹോവ നിർണയിച്ച അനർത്ഥത്തെ, ആ അനർത്ഥങ്ങളെക്കുറിച്ച് പുസ്തകം പഠിപ്പിക്കുന്നു. അതിൽ സംഭവിക്കുന്നതിന് മുന്നമേ ഒഴിവായി പോയതും സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ നിർത്തലാക്കപ്പെട്ടതുമായ അനർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പാപത്തിന്റെ പെരുപ്പം കൊണ്ടോ ദൈവവചനത്തിനോടുള്ള മറുതലിപ്പ് കൊണ്ടോ ദൈവഹിതം നിറവേറ്റാത്തതിനാലോ ദൈവാലോചന ഏറ്റെടുക്കാത്തതിൻ്റെ വെളിച്ചത്തിലോ അന്യ ദൈവാരാധനയുടെ വെളിച്ചത്തിലോ ഇനി മറിച്ച് ചില വിഷയങ്ങൾ അഹങ്കാരം കൊണ്ടോ അവിവേകം കൊണ്ടോ ഒക്കെ അനർത്ഥം ദൈവം അനുവദിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് നീക്കുപോക്കുണ്ടാകാൻ ദൈവഭയമുള്ളവർ എന്ത് ചെയ്യണം എന്നത് ഈ വ്യക്തികളുടെ, ഈ പട്ടണക്കാരുടെ, ഈ രാഷ്ട്രത്തിൻ്റെ വിടുതലുകളുടെ വെളിച്ചത്തിൽ ദൈവവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന സത്യങ്ങളുണ്ടത് തിരിച്ചറിയുക. എങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുവാനൊക്കും? ഒരേ ഒരു വഴി മാത്രം, അനുതപിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവിക വഴിയിലേക്ക് മടങ്ങി വരിക. ഇപ്രകാരം സ്വന്തം വഴി വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവവഴിയിലേക്ക് വന്നവർക്ക് ദൈവം അനർത്ഥങ്ങളിൽ നിന്നും വിടുതൽ നൽകിയിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് സദൃശവാക്യങ്ങൾ വായിക്കുന്നു. കുറുവാക്യത്തിൽ നമ്മൾ വായിച്ചത് യഹോവ കണ്ട് അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു എന്നാണ്. നാശകദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. ദാവീദ് രാജാവ് തൻ്റെ അവിവേകം കൊണ്ടാകാം ദൈവവചനത്തിന് വിരുദ്ധമായി ജനത്തിൻ്റെ എണ്ണം എടുക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ അത് യഹോവയ്ക്ക് അനിഷ്ടമായി മാറി. തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി തനിക്ക് പ്രിയനായവൻ തൻ്റെ ജനത്തെ എണ്ണുവാൻ തുടങ്ങിയപ്പോൾ ദേശത്ത് അനർത്ഥം വരുത്തുവാൻ ദൈവം തീരുമാനിച്ചു. ദാവീദിന്റെ ഹൃദയത്തിൽ ജനത്തെ എണ്ണുവാൻ തോന്നൽ കൊടുത്തത് സാത്താനായിരുന്നു. അനന്തരം സാത്താൻ ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ തോന്നലിന്റെ വെളിച്ചത്തിലാണ് ദാവീദ് ദൈവ ഇഷ്ടത്തെ മറന്ന് സാത്താൻ കൊടുത്ത തോന്നൽ നിറവേറ്റുവാൻ ഇറങ്ങിത്തിരിച്ചത്. യഹോവയുടെ കോപം തൻ്റെ മേലും തൻ്റെ ജനത്തിൻ്റെ മേലും അനർത്ഥമായി വ്യാപരിച്ചു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു എന്ന് 21:15 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ദാവീദിന്റെ അവിവേകത്താൽ ദൈവം അയച്ച മഹാമാരിയിൽ 70,000 പേരാണ് വീണുപോയത്. എന്നാൽ അതിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിച്ച ദാവീദ് ദൈവസന്നിധിയിൽ മടങ്ങി വന്നു അനുതപിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ചപ്പോൾ ദൈവം ആ അനർത്ഥങ്ങളിൽ നിന്ന് നീക്കുപോക്ക് നൽകി. ദാവീദ് ദൈവത്തോട് ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് കരഞ്ഞപേക്ഷിച്ചു. ദൈവം അനർത്ഥം വരുത്തുവാൻ നിയോഗിച്ചിരുന്ന നാശകദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ആ അനർത്ഥങ്ങളിൽ നിന്ന് ദാവീദിന് അങ്ങനെ നീക്കുപോക്കുണ്ടായി എന്ന വചനത്തിൽ നമ്മൾ പഠിക്കുന്നു. കൂടപ്പുറപ്പുകളെ, അനർത്ഥങ്ങൾ
അസംഖ്യമായി കടന്നു വരുമെങ്കിലും നീതിമാനെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നു, ഇന്നും വിടുവിക്കുന്നുണ്ട്. ചില അനർത്ഥങ്ങൾ ഒഴിവായി പോകുവാൻ നാം ചില പോഷത്വങ്ങൾ വിട്ടുമാറിയേ മതിയാകുകയുള്ളൂ. അവിവേകമായി പറഞ്ഞത്, അവിവേകമായി ചെയ്തു പോയത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. മാനസാന്തരപ്പെട്ട ദൈവ വഴിയിലേക്ക് മടങ്ങി വരിക. ദൈവിക നടത്തിപ്പിനോടും ദൈവിക പരിപാലനത്തോടും വിഘടിക്കരുത്. ഒരു പടിയും കൂടി മാനസാന്തരത്തിനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അനർത്ഥങ്ങൾ പിൻവലിക്കുന്ന, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ജീവിത നിലവാരം കൈവരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനർത്ഥങ്ങളെയും കർത്താവെ ദൂരീകരിച്ചു തന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ചില അനർത്ഥങ്ങൾ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവര് ദൈവത്തോട് നിലവിളിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിതം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ കർത്താവെ അവരുടെ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഇന്നിന്റെ മറുപടികൾ അപ്രകാരം പ്രാപിച്ച ദൈവത്തെ സാക്ഷിക്കാൻ, മഹത്വപ്പെടുത്താൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണമേ, സഭ ഉണർത്തപ്പെടാൻ ഇടയാക്കണമേ. മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കുടപ്പുറപ്പുകളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യേശുവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ലോകക്കണ്ണീരില്ല കൈപ്പൊട്ടും പാതാളമേ ജയമേറിടെ നിൻ മൃത്യുമുൾപ്പോൾ ജയം കൂടെ ഇതിന്റെ അർത്ഥമൊന്ന് ധ്യാനിച്ച് പഠിക്കണ്ടേ? ശത്രുഭയമില്ല നീയുണ്ടെങ്കിൽ ലോകക്കണ്ണീരിന്നില്ല കൈപ്പൊട്ടും പാതാളമേ ജയമേറിടെ നിൻ മൃത്യുമുൾപ്പോൾ ജയം കൂടെ കണ്ണടങ്ങിടുമ്പോൾ നിൻ ക്രൂശിലെ കാണിക്കമേ ലോകമഹിമയും ഭൂവിദ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി നീ കൂടെ കണ്ണടഞ്ഞിടുമ്പോൾ ആ ക്രൂശിനെ കണ്ണടങ്ങിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്കുമേലോ. കാണിക്കമേ ലോകമഹിമയും ഭൂവിദ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി നീ കൂടെ കൂടെ പാർക്കാൻ നേരം വൈകുന്നീരാ കൂരിരുളേറുന്നു പാർക്ക ദേവാ ആശ്രയ